നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ഓടിയ ശങ്കർദാസിന് പുറംപൊളിയുന്ന അടി. കള്ളനെ കള്ളൻ എന്നല്ലാതെ വേറെന്ത് വിളിക്കാൻ? ദൈവത്തെ പോലും വെറുതെ വിടാത്തവന്മാരെന്ന് സുപ്രീം കോടതി പച്ചയ്ക്കു തുറന്നടിച്ചു. അറസ്റ്റും പേടിച്ച് സ്ട്രോക്ക് വന്നു വീണ മുതലാണ് എന്നെ കള്ളൻ എന്ന് വിളിച്ചേക്കരുതെന്ന് കാവടിയെടുത്ത് തുള്ളിയത്. ഹൈക്കോടതിയിൽ മാത്രമല്ല, സുപ്രീം കോടതിയിലും അയ്യപ്പന്റെ ഉഗ്ര ശബ്ദമാണ് മുഴങ്ങിയത്. അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെല്ലാം കൊള്ളയിൽ പങ്കുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ഈ പരാമർശം നീക്കണമെന്ന് കരഞ്ഞു വിളിച്ചു പോയ ശങ്കർദാസിന് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഭേഷ കിട്ടിയിട്ടുണ്ട്. ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടാണെന്നും ദൈവത്തെ പോലും വെറുതെ വിടില്ലേ എന്നുമാണ് സുപ്രീം കോടതി അരിശത്തോടെ ചോദിച്ചത്. ഹൈക്കോടതി ഉത്തരവിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണം എന്നായിരുന്നു ശങ്കർദാസ് ഉന്നയിച്ച ആവശ്യം. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങളോട് അനുഭാവമുള്ളത്, മെറിറ്റും പരിഗണിക്കും. അതിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയായിരുന്നു സുപ്രീം കോടതി ബെഞ്ച് ഹർജി തള്ളിയത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നത്. അതായത് 2019 ദേവസ്വം ബോർഡിൽ ഇരുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി പരാമർശം നടത്തിയത്. എന്നാൽ ഇത് ശങ്കർദാസിനെ അങ്ങ് വല്ലാതെ പൊള്ളിച്ചു. അതായത് കള്ളൻ എന്ന പേര് വീണു. കള്ളൻ വാസു എന്നാണല്ലോ നമ്മളിപ്പോൾ വിളിക്കുന്നത്. കട്ടള പത്മകുമാർ എന്നും സ്വർണ്ണപ്പാളി മുക്കിയ പപ്പനെന്നും ഒക്കെയാണല്ലോ നമ്മൾ പത്മകുമാറിനെ വിളിക്കുന്നത്. മുരാരി ബാബു, പോറ്റി, സുധീഷ് കുമാർ, ബൈജു തുടങ്ങിയ എല്ലാവരും കള്ളന്മാരാണ്. അതായത് പേരിന് മുൻപിൽ ഇപ്പോൾ അവർക്ക് ചാർത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത് കള്ളൻ എന്ന പേരാണ്. കേരളം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഇവരെ സംബോധന ചെയ്യുന്നതും. ഈ കൂട്ടത്തെയൊക്കെ വല്ലാതെ അങ്ങ് പൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേര് തനിക്ക് വീഴരുത് എന്നാണ് ശങ്കർദാസിന്റെ ആവശ്യം. പക്ഷേ ഹൈക്കോടതിയുടെയും ഇപ്പോൾ സുപ്രീം കോടതിയും പറയുന്നത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു. അതായത് സഹി കെട്ടിട്ടാണ് കോടതികൾ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നത്. ശങ്കർദാസിന് കള്ളൻ എന്ന പേര് വീഴുമ്പോൾ വലിയ പണിയാണ് കിട്ടുന്നത്. കാരണം മകൻ IPS ഉദ്യോഗസ്ഥനാണല്ലോ പോലീസ്. കള്ളനും പോലീസും ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്ന് മലയാളികൾ പച്ചയ്ക്ക് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘത്തെ ആകെ പൊള്ളിക്കുന്നത് കള്ളൻ എന്ന പേര് ഇപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വരെ കേൾക്കേണ്ടി വരികയാണ്. കാരണം ഇവരൊക്കെ ഇത് കട്ടെടുത്തത് കുടുംബം ഭദ്രമാക്കുന്നതിന് വേണ്ടിയാണല്ലോ, 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കുടുംബക്കാരും ശബരിമലയിലെ സ്വർണം കട്ട് തിന്നു എന്നുള്ള ഒരു പഴി കുടുംബത്തിലേക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പത്മകുമാറിനും വാസുവിനുമൊക്കെ കുടുംബക്കാരെ തല ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിലേക്ക് വന്നിട്ടുണ്ട്. മക്കളും കൊച്ചുമക്കളും വരെ കള്ളന്റെ വീട്ടുകാർ എന്നുള്ള പേര് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ഇവരെ വല്ലാതെ സമനില തെറ്റിക്കുകയാണ്. കാരണം മതിച്ചു നടന്ന കൂട്ടരാണല്ലോ ഇവരെല്ലാവരും. പക്ഷേ പൊടുന്നനെയാണ് അയ്യപ്പൻ അങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടത്. എല്ലാം കൊള്ളയടിച്ചിട്ട് തിന്ന് മതിച്ചു പുളയ്ക്കാമെന്നാണ് കരുതിയത്. പക്ഷേ തിരിച്ചടി ഈ രൂപത്തിൽ കിട്ടുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. കുടുംബത്തോടെ നാണം കെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിന് മുൻപിൽ. കടകംപള്ളിയും ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്നെ കള്ളൻ എന്ന് വിളിക്കരുതെന്ന്. അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളൻ എന്ന് കടകംപള്ളിയെ പച്ചയ്ക്ക് പറഞ്ഞിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ പരാമർശവും നീക്കണമെന്നും തന്നെ കള്ളൻ എന്ന് വിളിക്കരുത് എന്നും ആ ഒരു പേര് കേൾക്കുമ്പോൾ, അതായത് ദൈവത്തിന്റെ മുതൽ കട്ടെടുത്തു എന്നുള്ള പേര് കേൾക്കുമ്പോൾ കള്ളൻ എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ എനിക്ക് മനസമാധാനത്തെ കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഇങ്ങനെ മൊത്തത്തിൽ ഈ കൂട്ടർ നിന്ന് ഉരുകുകയാണ്. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കെന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയാണ് ദേവസ്വം ബോർഡിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും മനസമാധാനത്തെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് ദൈവം കൊടുക്കുന്ന ശിക്ഷ. പലരും ചോദിച്ചിരുന്നു, അതായത് ഈ ശബരിമല വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ കൊള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ താഴെ ഈ CPMന്റെ തന്നെ ചില സൈബർ ഗ്രൂപ്പുകളൊക്കെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് സ്വർണം കട്ടെടുക്കുമ്പോൾ അയ്യപ്പന് അവരെ അപ്പോൾ തന്നെ അങ്ങ് തൂക്കിയാൽ പോരായിരുന്നു? എന്തുകൊണ്ട് അന്ന് അയ്യപ്പൻ കണ്ണു തുറന്നില്ല? അപ്പോൾ അത് വെറും കല്ലല്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ, ചില പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിരന്നിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് അയ്യപ്പൻ വെറും കല്ലല്ല എന്നുള്ളത് ഇപ്പോൾ പലർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പലരുടെയും സിംഹാസനങ്ങൾ ഇളകി തുടങ്ങിയപ്പോഴാണ് അയ്യപ്പനാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. AKG സെന്ററിൽ ഇപ്പോൾ കൂട്ട ശരണം വിളിയാണല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ കാരണം നാണം കെട്ട് നിൽക്കുകയാണ് പാർട്ടി ഒന്നാകെ.
ഇത് മാത്രമല്ല, അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രമല്ല ഈ കൊള്ളയിൽ പങ്കുള്ളത്. പത്തനംതിട്ടയിലെ പല ഉന്നത നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. CPMന്റെ അധീനതയിലുള്ള അടൂരിലെ ഒരു സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ അയ്യപ്പന്റെ പൊന്നുകട്ട മുതലുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതായത് പത്തനംതിട്ടയിലെ പല നേതാക്കൾക്കും ഉറക്കമില്ല. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്ക് പുറമെ പുറത്തുള്ള പലർക്കും ഇപ്പോൾ ഒന്ന് കണ്ണടച്ചുറങ്ങാൻ കഴിയുന്നില്ല, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, എപ്പോൾ വേണമെങ്കിലും അകത്താകുമെന്നുള്ള ഭയമാണ് ഇവരെ എല്ലാവരെയും വേട്ടയാടുന്നത്. അതിനിടയിലാണ് തനിക്കെതിരെ കള്ളൻ എന്നുള്ള പരാമർശം, അന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ആ ഒരു പരാമർശം മാറ്റണമെന്ന് സുപ്രീം കോടതിയിൽ പോയി ശങ്കർദാസ് കരഞ്ഞത്. ഇനിയിപ്പോൾ ആ ഒരു പേര് വീണതിൽ ആരെങ്കിലുമൊക്കെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ചെന്നാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുറുകുമ്പോൾ ഹൈക്കോടതി ഒരു ഇഞ്ച് പോലും പിന്നോട്ടേക്ക് പോകാതെ നിൽക്കുകയാണ്. SITക്ക് മേൽ അതിശക്തമായ പിടിമുറുക്കം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഉടുമ്പിൻ പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത്. SITക്ക് ഇടം വലം അനങ്ങാൻ കഴിയില്ല. നമുക്കറിയാം, സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം SITക്കുണ്ട്. പക്ഷേ ഒരു സമ്മർദ്ദവും വില പോകാൻ പോകുന്നില്ല. ഹൈക്കോടതി ഉള്ളത് കൊണ്ട് തന്നെ ഈ കള്ളന്മാർ എല്ലാവരും അകത്താകും എന്നുള്ളത് ഉറപ്പാണ്. SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റുള്ളവരുടെ അറസ്റ്റിലേക്കും മറ്റും നീങ്ങുന്നത്. എന്തായാലും വിജയകുമാറിനെ വരെ അറസ്റ്റ് ചെയ്ത് SIT അതിശക്തമായി തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് അതേപോലെ പാലിച്ചിരുന്നു. വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും അറസ്റ്റ് തടയാൻ ഇവിടെ നടന്ന നീക്കങ്ങളൊക്കെ കേരളം കണ്ടു കഴിഞ്ഞതാണല്ലോ. അതൊന്നും വില പോകുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും വില പോകാൻ പോകുന്നില്ല. ആരെയും തൊടും, സംശയമുള്ള ആരെയും പൊക്കിയെടുത്ത് ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകുകയും ചെയ്യും. അതിനെ ഒന്നും തടയിടാൻ പിണറായി വിജയനോ ആർക്കും കഴിയുകയുമില്ല. ഇവിടെ വലിയൊരു വഴിത്തിരിവായിരുന്നു അന്ന് SITയെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചത്. അതായത് മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കാതെ SIT സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയായിരുന്നു. ഈ ഒരു നീക്കത്തെ അതിശക്തമായി ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്കിനെ കുറിച്ചായിരുന്നു ഹൈക്കോടതി കോടതി മുറിക്കുള്ളിൽ ചോദ്യമുനയിൽ അന്വേഷണ സംഘത്തെ നിർത്തിയത്. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉയർത്തി. തുടർന്നായിരുന്നു SIT വീണ്ടും മുൻപോട്ട് പോകാൻ തുടങ്ങിയത്. ഡി മണിയെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങൾ ഹൈക്കോടതിക്ക് അന്വേഷണ സംഘം കൈമാറിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N പ്രശാന്തിനെയും ചോദ്യം ചെയ്ത വിവരങ്ങളും കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതി സമഗ്രമായി തന്നെ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും അടുത്ത നീക്കങ്ങൾ. എന്നാൽ ഇതിനിടയിൽ ഹൈക്കോടതിയെ വെട്ടിച്ചുകൊണ്ട് ചില കളികൾ നടത്താൻ SIT വീണ്ടും ശക്തമായി രംഗത്തിറങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ സമ്മർദ്ദം അത്രത്തോളം വലുതാണ്. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള മാത്രമാണെന്നും പാളികൾ പുറത്തു പോയിട്ടില്ല എന്നും തൊണ്ടി മുതൽ പ്രതികൾ വിറ്റ് കാശാക്കിയെന്നുമുള്ള നിഗമനത്തിൽ SIT അന്വേഷണം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആരോപണം മുറുകുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ളവരിൽ ഒരു ശക്തനെ ചാവേറാക്കി ഇട്ടുകൊടുത്തിട്ട് ഈ കൊള്ള ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അങ്ങനെ വന്നാൽ പത്മകുമാർ ആയിരിക്കാം ആ ചാവേർ എന്നുള്ള സംശയവും ഉണ്ട്. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാതെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു സാധ്യത പലരും കണക്ക് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 17-നായിരുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നത്. തുടർന്ന് രണ്ടാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു, ഏഴാം പ്രതി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, എട്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ, കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ N വാസു എന്നിവരും അറസ്റ്റിലായത്. ഇതിൽ പത്മകുമാർ ഒഴികെയുള്ളവർ അറസ്റ്റിലായി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ സാധ്യതയേറെയാണ്. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കാട്ടി ജാമ്യാപേക്ഷയുമായി വാസു സുപ്രീം കോടതിയെ സമീപിച്ചതായിട്ടുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ അന്തിമ കുറ്റപത്രം തയ്യാറാക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് SIT. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ കടകംപള്ളിയെ എങ്ങനെയും സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ നീക്കം മാത്രമാണ് CPMന് മുന്നിലുള്ളത്. അതിന് വാസുവിനെയോ പത്മകുമാറിനെയോ ചാവയറാക്കേണ്ടി വന്നാൽ അതിനും പാർട്ടി തയ്യാറാണ്. പക്ഷേ കടകംപള്ളിയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. മറ്റൊരു പാർട്ടിക്കാരനെയും ഇനി അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ലക്ഷ്യവും പാർട്ടിക്കുണ്ട്. കാരണം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. കോൺഗ്രസ് ആകട്ടെ
CPM-നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. BJP-യും അത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ BJP-യുടെ കണക്കുകൂട്ടൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നും കോൺഗ്രസിനും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണ്. ആ ഒരു വ്യാഖ്യാനം നടത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനും CPM-നും കൈയുണ്ട് എന്ന് ഇപ്പോൾ തന്നെ BJP-യുടെ പല നേതാക്കളും തുറന്നടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേതൃത്വം കൊടുത്തത് CPM സഹയാത്രികരായിരുന്നുവെങ്കിൽ അതിൽ കോൺഗ്രസിനുള്ള പങ്കാളിത്തം കൂടി ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ കോൺഗ്രസിനും ഇതിൽ പങ്കാളിത്തമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണെന്ന് BJP നേതാവ് MT രമേശ് തുറന്നടിച്ചു. ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പവിത്രത തകർക്കുന്ന കാര്യത്തിൽ, ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്പര സഹകരണമുണ്ട്. ഈ രണ്ടു കൂട്ടരും ഇരുട്ടിൽ കള്ളന്മാരെ തപ്പുകയാണ്. സത്യത്തിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയായ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖന്മാരായ ആളുകളുടെ പങ്കാളിത്തമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരാൻ നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണെന്നും MT രമേശ് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണ മോഷണ വിഗ്രഹ കള്ളക്കടത്ത് സംഘാംഗങ്ങൾക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാരണവശാലും CBI അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിനും പാർട്ടിക്കും സർക്കാരിനും ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നും രമേശ് ചോദിച്ചു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജനുവരി മാസം 14-ാം തീയതി മകരസംക്രമ ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാകണമെന്നും ഇപ്പോൾ BJP ആവശ്യപ്പെടുകയാണ്. മകരജ്യോതി ദിവസത്തിൽ തന്നെ ശബരിമലയെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദീപം തെളിയിക്കുന്നതെന്നും രമേശ് പറഞ്ഞു. ഇടതു വലതു മുന്നണികളുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ജനുവരി 14-ന് ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കാൻ ഞങ്ങൾ കേരളത്തിലെ എല്ലാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുകയാണ്. BJP പ്രവർത്തകർ മാത്രമല്ല, എല്ലാ അയ്യപ്പ വിശ്വാസികളും അതിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തേക്ക് വരണം എന്നുള്ളതൊന്നുമല്ല BJP-യുടെ ആവശ്യം. അവർക്കിതൊരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. കാരണം ശബരിമല വെച്ച് വോട്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP രംഗത്തിറങ്ങുന്നത്. മുൻപും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. അല്ലാതെ ഒരു പാർട്ടിയുടെയും കൊടിയുടെ കീഴിൽ പോയി പ്രതിഷേധത്തിന് നിൽക്കരുത്. കാരണം അവർക്കെല്ലാവർക്കും ശബരിമല ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.